വളരെ പ്രധാനപ്പെട്ടൊരു പ്രസ്താവന ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ മേൽവസ്ത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വസ്ത്രം മാറ്റേണ്ടതുണ്ടോ എന്ന ചർച്ചകൾക്ക് നേരത്തെ ചില ഘട്ടങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ചില ആവശ്യങ്ങളൊക്കെ ചിലയിടങ്ങളിൽ ഉയർന്നെങ്കിലും ഇപ്പോൾ അത് ഗൗരവത്തിൽ പരിഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് ഏതായാലും ദേവസ്വം ബോർഡ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പരാമർശത്തിന് ശേഷം അതുപോലെ തന്നെ അവിടെ സന്യാസികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം വന്നിരിക്കുന്നു. മേൽവസ്ത്രം ഒഴിവാക്കാതെ ക്ഷേത്ര ദർശനം നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യും. ശിവഗിരി മഠവും മുഖ്യമന്ത്രിയും പരസ്യ നിലപാടെടുത്തതോടെയാണ് ബോർഡ് ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങളുമായി ചെന്നത്. പ്രശാന്ത്, നവീകരണം അനിവാര്യമാണ് എല്ലാ മേഖലയിലും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധമായ അഭിപ്രായം പറയേണ്ടതും അക്കാര്യത്തിൽ വിശ്വാസപരമായ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നു, ശിവഗിരിയിലെ സന്യാസിമാരുടെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം വരുന്നു. ദേവസ്വം ബോർഡ് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ആചാരവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നത് തന്നെയാണ് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ഉയർത്തിയ ഈ വിഷയം. അതായത് മേൽവസ്ത്രം അണിഞ്ഞുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താനാകണം എന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ശിവഗിരി തീർത്ഥാടന വേദിയിൽ വെച്ച് ഉന്നയിച്ച ഈ വിഷയം മുഖ്യമന്ത്രി പിന്നീട് അത് ഏറ്റുപറയുകയും അത് പ്രധാന വിഷയമായി ഉയർത്തുകയും ചെയ്തു. ഇതോടെയാണ് ബി ജെ പി ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയം ചർച്ച ചെയ്യും. കാരണം ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് ഉയർത്തിയ വിഷയം അത് മറ്റ് ക്ഷേത്രങ്ങളിൽ കൂടെ നടപ്പാക്കുന്നതിനെ സംബന്ധിച്ച ആശയവും അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യാതെ ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം 1300ഓളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. അതിൽ പല ക്ഷേത്രങ്ങളിലും ചുറ്റമ്പലത്തിനകത്ത് കയറണമെങ്കിൽ മേൽവസ്ത്രം ഒഴിവാക്കി വേണം പുരുഷന്മാർ ദർശനത്തിനെത്തേണ്ടത്. അപ്പോൾ ഇത്തരം കീഴ്വഴക്കങ്ങൾ, ആചാരങ്ങളെല്ലാം അവിടെ നടക്കുന്നു. അപ്പോൾ ഈ വിഷയം ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 12:30-ക്ക് ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മറ്റൊരു വിഷയത്തിലാണ് മാധ്യമങ്ങളെ കാണുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തായാലും ഒരു പുതിയൊരു ചർച്ചകൾക്കാണ് ഇത് തുടക്കം കുറിക്കുന്നത്. ഏകപക്ഷീയമായി ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന കാര്യം സത്യമാണ്. കാരണം ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ഈ ആചാരം ഒരു വിഷയമല്ല. പക്ഷേ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങളിൽ ഇത് ഒരു ആചാരമായി തന്നെ നിലനിൽക്കുന്നു. മേൽവസ്ത്രം ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ ദർശനം അവിടെ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വിശദമായ ചർച്ച ചെയ്ത ശേഷം മാത്രം മുന്നോട്ട് പോകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം.